Good morning, all. Today we are going to wind up this particular PPT related to tools and techniques of management accounting. We have already discussed many of the techniques used in management accounting, in which I have categorized this into financial statement tools and also the cost accounting tools, which are used in this analysis of management accounting. Financial statement tools we have discussed, that is, those tools are based on the final accounts which are prepared by the company. It includes the ratio analysis, trend analysis, common size, comparative analysis, fund flow and cash flow. Explanation I have already given in the last audio. And related to the costing tools, also we have mentioned what is historical costing, budgetary control, then standard costing. What is the role of standard costing? And we have also discussed what is marginal costing. So these are some of the tools which are used in relation to the costing element. And you can see that the historical costing is the one in which the actual cost incurred is we are discussing it. And budgetary control, you can see that here the expenditure and the revenue are anticipated in advance and the actual data is compared with the budget and the deviation is identified. Budgetary control നമുക്കറിയാം കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ആക്ച്വൽ ഡാറ്റേനെ ഈ ബഡ്ജറ്റഡ് ഡാറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ട് യു വിൽ ബി ഐഡൻറ്റിഫൈങ് ദ ഡീവിയേഷൻ. Now standard costing is also such a method in which you have to make a comparison between the actual and the standard. The only difference is normally a predetermined standard ആയിരിക്കും, ആ കമ്പനി ഒരു മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്യാണ്. ബഡ്ജറ്ററി കൺട്രോളിൽ അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നില്ല, ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. ബട്ട് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒരു പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് തന്നെ ഫിക്സ് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓവർ കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Now marginal costing is another way in which you are taking into account only the variable cost. മാർജിനൽ കോസ്റ്റ് തിയറി അനുസരിച്ച് ഒരു കമ്പനിയിലെ ഡെസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് മാർജിനൽ കോസ്റ്റ് അതോ വേരിയബിൾ കോസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഫിക്സഡ് കോസ്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ റോള് കുറവാണ്, മാർജിനൽ കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ marginal costing technique is a very popularly used technique these days. Now the other techniques we have already discussed other techniques, that is other techniquesൽ ഞാൻ 4 ടെക്നിക്സ് കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഡിസിഷൻ ട്രീ അനാലിസിസ്, അതാണ് ഞാൻ അസൈൻമെൻറ്റ് തന്നിരുന്നത്. യു നോ ദാറ്റ് ഇസ് ഡിസിഷൻ ട്രീ അനാലിസിസിൽ സം ഓഫ് യു ഹാവ് റിട്ടൺ വെരി ഗുഡ് വേ. I'm happy that you have searched in the YouTube and also you have searched some other materials and you have submitted the assignment in a very good way. അപ്പോൾ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. അതായത് ഒരു നോഡ് ഉണ്ടായിരിക്കും, ആ നോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബ്രാഞ്ചസ് കൊടുക്കും. ഈ ബ്രാഞ്ചസിലൊക്കെ എന്തുണ്ട്, ഓരോ ഓൾട്ടർനേറ്റീവ്സ് ആണ് പറയുന്നത്. കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ്, പ്രോഫിറ്റിനെ കുറിച്ചാണ് പ്രോഫിറ്റ്, ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട്, അങ്ങനെ ഓരോ എക്സ്പ്ലനേഷൻസ് ആണ് ബ്രാഞ്ചസിൽ വരുന്നത്. അതിനെ ബേസ് ആ ആൾട്ടർനേറ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് യു വിൽ ബി ടേക്കിംഗ് ദ ഡെസിഷൻ. റിവാലുവേഷൻ അക്കൗണ്ടിങ് ഓൾസോ വി ഹാവ് ടോൾഡ്, ദാറ്റ് ഈസ് റിവാലുവേഷൻ അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട സമയത്താണ് നോർമലി ദ കമ്പനി ഗോ ഫോർ റിവാലുവേഷൻ അക്കൗണ്ടിങ്. ഇനി അതല്ലാത്ത സമയത്തും കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ അതായത് ഓവർ ആയിട്ട് വാല്യൂ കാണിച്ചു, കമ്പനിയുടെ അസറ്റിൻ്റെ വാല്യൂ കൂടുതലാണെന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ കമ്പനിക്ക് റിവാലുവേഷൻ അക്കൗണ്ടിങ്ങിന് പോവാം. നൗ വാട്ട് ഈസ് ഓപ്പറേഷൻ റിസർച്ച്?
യു ഹാവ് ലേൺഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചതാണ്. ഇത് ഞാൻ ഇന്നലത്തെ ഓഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, വോട്ടേഴ്സ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പറേഷൻ റിസർച്ചൊക്കെ നിങ്ങൾ ഒരിക്കൽ മുന്നത്തെ സബ്ജക്റ്റിൽ പഠിച്ചത് കൊണ്ട് ഈ സബ്ജക്റ്റിൽ നമ്മളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നില്ല. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടൂൾസ് നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. റൈറ്റ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. It's a new branch of accounting in which there are certain centers, responsibility centers are put up in, and based on that the decision is taken. Now today we'll discuss about the other three methods which are pending here. One is the sorry the other method which we are going to discuss is risk analysis. Now see, what is risk analysis? Risk analysis is the process of identifying and analyzing the potential issues that could negatively impact key business initiatives or projects. Risk analysis, as you all know, a company always want to reduce the risk, right, and they want to increase the return. പക്ഷേ ഈ റിസ്ക് റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റിസ്ക് വളരെ കൂടുതലാണെങ്കിലാണ് യു വിൽ ഗെറ്റ് റിട്ടേൺ, റൈറ്റ്. അപ്പോൾ നല്ല റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു ടേക്ക് അപ്പ് ദ റിസ്ക്, റൈറ്റ്. അപ്പോൾ ഈ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നമുക്ക് റിസ്ക്കും റിട്ടേണും തമ്മിൽ ബാലൻസ് ചെയ്യിക്കാമെന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് റിസ്ക് അനാലിസിസ് ഇസ് കൺസേൺഡ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില സെൻസിറ്റിവിറ്റി അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ എന്തായിരിക്കും ആ പ്രൊജക്റ്റ്. 3 ലെവലിലാണ് നോർമലി നമ്മളതിൽ കാണിക്കുക. വൺ ഈസ് ദ ഒപ്റ്റിമിസ്റ്റിക് ലെവൽ, അനദർ വൺ ഈസ് ദ പെസിമിസ്റ്റിക് ലെവൽ, ആൻഡ് അതിൻ്റെ ഒരു മോഡറേറ്റ് ലെവൽ. അങ്ങനെ 3 ലെവലിലാണ്. ഒപ്റ്റിമിസ്റ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ലോക്കൗട്ടില്ല, സ്ട്രൈക്കുകളില്ല, സൊസൈറ്റിയിൽ ഒരു പ്രശ്നമില്ല, കോവിഡ് ഒന്നും വരുന്നില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല, ആർക്കും അസുഖങ്ങൾ വരുന്നില്ല, സൊസൈറ്റിയിൽ ബിസിനസ്സൊക്കെ നന്നായി നടക്കണു, ഡിഫ്ലേഷനൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിപ്രഷനൊന്നും സംഭവിക്കുന്നില്ല. ബൂം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ചസ്, ബിസിനസ് സൈക്കിളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു കമ്പനിക്ക് വരാവുന്ന റിസ്ക്, വാട്ട് ഈസ് ദ റിട്ടേൺ എന്നുള്ളതാണ് ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിൽ അനലൈസ് ചെയ്യുന്നത്. ഇൻ ദ സെയിം വേ വിൽ ഓൾസോ അനലൈസ് ഇൻ എ പെസിമിസ്റ്റിക് വ്യൂ. പെസിമിസ്റ്റിക് വ്യൂ പറഞ്ഞാൽ എന്താ, എല്ലാം നമ്മൾ നെഗറ്റീവ് ആലോചിക്കണേ. നമ്മൾ പറയില്ലേ പെസിമിസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആലോചിക്കുന്നതിനെയാണ് ഹീസ് എ പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആലോചിക്കുന്നവരെയാണ് നമ്മൾ അങ്ങനെ പറയുക. ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നവരായിരിക്കും. അപ്പോൾ പെസിമിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഓൾവേസ് തിങ്കിങ് എവറിത്തിങ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, ഫുള്ള് കോവിഡ് ആയിരിക്കും, ഇനിയിപ്പോൾ എന്തായാലും ഇക്കൊല്ലം ബിസിനസ് ഒന്നും നടക്കില്ല, കോവിഡൊക്കെ ഒന്ന് എഫക്റ്റ് ആയതുകൊണ്ട് ബിസിനസ്സിൽ ഡള്ളായിരിക്കും, പ്രോഫിറ്റ് ഡള്ളായിരിക്കും, അങ്ങനെ ആലോചിക്കുന്നതാണ് പെസിമിസം. അപ്പോൾ ഇതൊക്കെ റിസ്ക് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് വി വിൽ ബി അനലൈസിങ് വാട്ട് ഈസ് ദി what is the risk factor involved in it, right? So see, differential cost analysis is the next one. So in case of differential cost analysis, differential cost analysis is the change in the cost which take place due to the increase or decrease in the output or changes in the സെയിൽസ് വോളിയം. അതായത് നമ്മൾ നോക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണോ ഔട്ട്പുട്ടിൽ, ആൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദി സെയിൽസ് വോളിയം.
അപ്പോൾ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് യു ആർ അഡോപ്റ്റിംഗ് എൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇഫ് യു ആർ ചേഞ്ചിങ് ദ പ്രോഡക്റ്റ് മിക്സ്, റൈറ്റ്, അപ്പോൾ കോസ്റ്റിൽ വരുന്ന ചേഞ്ചിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദി ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക, അതായത് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പക്ഷെ അതേസമയം ഡിഫറൻഷ്യൽ കോസ്റ്റിൽ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ കോസ്റ്റ് വിച്ച് മേ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് ഇത്തിരി മാറ്റിയാൽ എന്ത് ചേഞ്ച് സംഭവിക്കും, സെയിൽസ് വോളിയം മാറ്റിയാൽ എന്ത് ചേഞ്ചാണ് കോസ്റ്റിൽ സംഭവിക്കുക. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റിൽ വരുന്ന മാറ്റം. ഇങ്ങനെ പല ഓൾട്ടർനേറ്റീവ് പല സിറ്റുവേഷൻസിൽ വരുന്ന കോസ്റ്റിലെ ചേഞ്ചിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. And an example is given here, that is the difference in the cost may arise because of the replacement of labor by machinery, and difference in cost of two alternative course of action will be the differential cost, right? അതായത് കുറേ കാലം കമ്പനി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ കാലം ഒരു കമ്പനിയിൽ ലേബറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലേബറിന് കോസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ ഒരു സപ്പോസ് ഒരു 500 ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് അവിടെ ബിസിനസ് നടത്തിയിരുന്നത്. പക്ഷെ പിന്നെ കമ്പനി മറ്റൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാണ്, മെഷീനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ 500 ലേബേഴ്സ് വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും വെൻ മെഷീൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ദ കോസ്റ്റ് വിൽ ഡിക്രീസ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ലേബേഴ്സിനെ യൂസ് ചെയ്തിരുന്നപ്പോൾ എന്തായിരുന്നു കോസ്റ്റ്, മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ് കോസ്റ്റ്, ആ ചേഞ്ചിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അതുകൊണ്ട് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇഫ് യു ആർ അഡോപ്റ്റിംഗ് എൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ്, അത് എന്ത് റിലേറ്റഡും ആവാട്ടോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ലേബറിന് മെഷീനിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അത് തന്നെ വേണമെന്നില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതൊരു കാര്യത്തിലും മറ്റൊരു ആൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ കമ്പനി ഇപ്പോൾ സപ്പോസ് അവരുടെ മെഷീൻ കപ്പാസിറ്റി അതിൽ ചേഞ്ച് വരുത്താം. മെഷീൻ കപ്പാസിറ്റി കമ്പനി നോർമലി 60% മെഷീൻ കപ്പാസിറ്റി യൂസ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ കമ്പനിയുടെ കോസ്റ്റ് എത്രയാണ് നോക്കുക. ഇനി അതേ കമ്പനി തന്നെ 60%-ന് പകരം 80% ഓഫ് ഇറ്റ്സ് മെഷീൻ കപ്പാസിറ്റി യൂസ് ചെയ്യണം, പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂസ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദി കോസ്റ്റ്. അപ്പോൾ വരുന്ന മാറ്റത്തിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദ കോസ്റ്റ് ഡ്യൂ ടു അഡോപ്റ്റിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്. മറ്റൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു alternative adopt ചെയ്യുമ്പോൾ what is happening to the cost. Is it clear? So we have discussed what is risk analysis. Risk analysisന് നമ്മൾക്ക് വളരെ പോപ്പുലറായൊരു മെത്തേഡാണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പനികൾ ലോങ് ടേം പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ റിസ്ക് ഇൻവോൾവ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അനദർ മെത്തേഡ് ഇസ് ഡിഫറൻഷ്യൽ അനാലിസിസ് വിച്ച് ഇസ് ഓൾസോ എ ടൂൾ യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദാറ്റ് ഈസ് പല ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിൽ ഒരു മെത്തേഡിൽ നിന്നും മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് മാറുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദി കോസ്റ്റ്, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ആൻഡ് ആസ് ദ ലാസ്റ്റ് tool to be discussed, we'll discuss about what is value analysis. Value analysis is an approach to improve the value of a product or process by understanding its constituent components and their associated cost. What is value analysis? Value analysis you are trying to improve the value of the product. Value എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് കസ്റ്റമറിന് കിട്ടുന്ന അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷനിലാണ് ഈ വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ വാല്യൂ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് വേണ്ട കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയും ഏതിലുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. ഇറ്റ് സീക്സ് ടു ഫൈൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദി കോമ്പണൻസ് ബൈ ഐദർ റെഡ്യൂസിങ് ദയർ കോസ്റ്റ് ഓർ ഇൻക്രീസിങ് ദി വാല്യൂ ഓഫ് ദി ഫങ്ഷൻസ്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിൻ്റെ ഒക്കെ വാല്യൂ കൂട്ടുക. വാല്യൂ അനാലിസിസിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിൽ ബി increase, which is a benefit that parameters all advantages of the system. And because of value analysis breaks down a product or service into components, it enables you to analyze each component on its own, evaluating its importance and efficiency.
അപ്പോൾ ഇതൊരു സ്പ്ലിറ്റപ്പാണ്, കോമ്പണൻറ്റ് വൈസ് അനാലിസിസ് ആണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ചെയിനിൽ വരുന്ന ഓരോ കോമ്പണൻസിനെയും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും എവിടെയാണോ വിഷയം വരുന്നത് ആ വിഷയം റെഡ്യൂസ് ചെയ്തിട്ട് കൂടുതൽ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന മെത്തേഡാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ടൂൾസ് ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഇത് എസ്എ ക്വസ്റ്റ്യൻ പാരഗ്രാഫൊക്കെ ചോദിക്കുമ്പോൾ അതിലത്തെ ആദ്യത്തെ 2 കാറ്റഗറിയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വൺ ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടൂൾസ്. അതേതൊക്കെ നമ്മൾ പറഞ്ഞു, ഹോപ്പ് യു റിമെമ്പർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂൾസാണ്. We discussed about comparative statement, common size statement, trend analysis, ratio analysis, fund flow statement, cash flow statement. Then costing based ആയിട്ടുള്ള ടൂൾസ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, റൈറ്റ്. പിന്നെ പറഞ്ഞതൊക്കെ അതർ ടെക്നിക്സ് ആണ്. അതായത് ഇതിന് പുറമെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അതർ ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ in a nutshell, you can see when you are using the tools and techniques, ultimately you are trying to reduce the risk. ഒരു റിസ്ക് മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് 4 കോർണേഴ്സ് ആണുള്ളത്. വൺ ഇസ് റിസ്ക് റെസ്പോൺസ്, അനദർ വൺ ഇസ് റിസ്ക് സബ്മിഷൻ, റിസ്ക് അനാലിസിസ് ആൻഡ് റിസ്ക് ഇവാലുവേഷൻ. അപ്പോൾ ഏത് ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാലും ദിസ് ഇസ് വാട്ട് വി ആർ ട്രൈയിങ് ടു ഡു ഇൻ കേസ് ഓഫ് management accounting. So hope it is clear to you. So we have discussed all the different methods, and you have to learn each of this method, and maximum you should do homework on this to read more. പക്ഷെ നമുക്ക് ഈ മാർജിനൽ കോസ്റ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ, അതായത് ആദ്യത്തെ 2 സ്ലൈഡിലും പറയുന്ന എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാണ്ട്. ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഇല്ല എന്ന് തോന്നുന്നു. എനിവേ മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ട്രെൻഡ്, കോമൺ സൈസ്, കമ്പാരിറ്റീവ് റേഷ്യോ അനാലിസിസ്, അതൊക്കെ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ ഉള്ളതാണ്. ഓക്കെ, സോ വിത്ത് ദിസ് I'll wind up the audio of this PPT, and thank you all.